ശബരിമലയിൽ കാലങ്ങളായിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പൊതു ഹിന്ദു സമൂഹത്തിനും പലതും അറിവുള്ളതാണ്. ഏറ്റവും അവസാനം 2018 ശബരിമല യുവതീ പ്രവേശനം അനുകൂലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ജഡ്ജിമെൻറ്റ് പാസ്സാക്കി. പക്ഷേ അതൊരിക്കലും ആചാരപരമായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഭക്തജന സമൂഹം, ഹിന്ദു സംഘടനകൾ, മൊത്തം പൊതു ഹിന്ദു തന്നെ ഇതിനെതിരെ വരികയും അവരൊന്നിച്ചു വരികയും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രതിഷേധം, പ്രക്ഷോഭം നടത്തിയെന്നൊക്കെ നമുക്കറിയാം. എനിക്ക് തോന്നുന്നു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു ശക്തമായ പ്രക്ഷോഭമാണ്. നമ്മുടെ അമ്മമാരും എല്ലാം, അതായത് യാതൊരു ആഹ്വാനവും ഇല്ലാതെ ആ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നവരാണ് കേരളത്തിലെ ഭക്തജന സമൂഹം അല്ലെങ്കിൽ ഹൈന്ദവ സമാജം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അയ്യപ്പൻ്റെ വിഷയത്തിൽ നമുക്ക് യാതൊരു വേർതിരിവുകളും ഇല്ല, അവിടെ രാഷ്ട്രീയം പോലും ഇല്ല എന്ന് നമ്മൾ തെളിയിച്ചു. എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഹിന്ദുക്കളാണ് അന്നെതിരെ വന്നത്. ഇതുപോലെ ധാരാളം വിഷയങ്ങൾ നമ്മൾ ഒന്നിച്ച് നേരിടേണ്ടതായിട്ടുണ്ട്. പക്ഷേ 2018 ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒന്നിച്ച് നിന്ന് ശക്തമായി പോരാടുകയും അതുപോലെ തന്നെ നമ്മൾ ഈ വേണ്ട നിയമപരമായിട്ടുള്ള നമുക്ക് അനുകൂലത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശക്തമായ രീതിയിൽ നമ്മൾ ആ കേസിൽ ഇടപെട്ടു. അന്ന് സുപ്രീം കോടതിയിൽ നമ്മൾ റിവ്യൂ പെറ്റീഷൻ നൽകി, റിട്ട് പെറ്റീഷൻ നൽകി. അതിന് അനുകൂലമായിട്ട് വന്നു. നമ്മൾ ഈ വിഷയം ഇനി മേലാൽ ഇത്തരം ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ വിഷയം ഇനിയും കോടതികളിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവരാതിരിക്കാനുള്ള പൂർണ്ണമായിട്ടൊരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്നു. അത് വളരെ വിശാലമായൊരു വിഷയം എന്നുള്ളത് കൊണ്ട് നമ്മുടെ അന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, 5 അംഗ ബെഞ്ച് അനുകൂലമായ തീരുമാനമെടുത്തപ്പോൾ 9 കാര്യങ്ങളാണ് അക്കമിട്ട് പറഞ്ഞത്. അതിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഈ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് കോടതികളിലെ ജഡ്ജിമാർക്ക് സത്യം നിയമപരമായിട്ടുള്ളതിൽ അവർ പണ്ഡിതന്മാരായിരിക്കാം. പക്ഷേ ഈ നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങൾ ജഡ്ജിമാർ പണ്ഡിതന്മാരാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആധ്യാത്മിക വിഷയത്തിൽ അല്ലെങ്കിൽ ക്ഷേത്ര വിഷയത്തിൽ, ആചാരത്തിൻ്റെ വിഷയത്തിൽ, അനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ കോടതി തീരുമാനിക്കുക എന്നുള്ള ചോദ്യം നമ്മൾ ഉന്നയിച്ചിരുന്നു. അത് തന്നെ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണെന്നുള്ള തലത്തിലാണ് ഇത് 9 അംഗ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം ഒരു അനുകൂലത നിയമപരമായിട്ടുണ്ട്. കാരണം മുമ്പ് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് അങ്ങനെ പോയെങ്കിലും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെല്ലാം തിരുത്താനുള്ള സംവിധാനങ്ങളൊക്കെ ആയിക്കൊണ്ട്. പക്ഷേ നമ്മൾ ഈ ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം 2018-19 കാലത്ത് നടന്ന പ്രക്ഷോഭത്തിന് ശേഷം ധാരാളം സംഭവങ്ങൾ ഉണ്ടായെങ്കിലും വേണ്ട തരത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രതികരിക്കാൻ സാധിച്ചില്ല. കാരണം അത്രത്തോളം വിഷയങ്ങൾ ഹിന്ദു സമാജം ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ പല തലങ്ങളിലേക്കൊക്കെ പോകുന്നു. പക്ഷേ ഇത് ശബരിമലയിലെ ചെറിയ വിഷയം അല്ല. അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന തീർത്ഥാടന കേന്ദ്രം ഇത് തന്നെയാണ്, ശബരിമല തന്നെയാണ്. അതുകൊണ്ട് അയ്യപ്പനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. കലിയുഗ വരദനാണ്. ഇന്നത്തെ സമയത്ത് നമ്മളെ രക്ഷിക്കാനായിട്ട് മറ്റാരും ഉണ്ടാകില്ല, അയ്യപ്പൻ മാത്രമേ ഉള്ളൂ. അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെ ഹിന്ദു സമാജം വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കണം ശബരിമല വിഷയത്തിൽ. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അയ്യപ്പന്മാരെ വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക്, വിരിവെക്കാനുള്ള സ്ഥലമില്ലാതെ, വേണ്ട ഭക്ഷണമില്ലാതെ, വേണ്ട കുടിവെള്ളം പോലും ഇല്ലാതെ, വേണ്ട ആരോഗ്യമില്ലാതെ കഴിഞ്ഞ 28 പേരാണ് മരണപ്പെട്ടത്. അത്തരത്തിൽ ധാരാളം വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഇനി അത് നടന്നുകൂടാ. അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ ശബരിമല വിഷയത്തിൽ ഏർപ്പെടുകയും പൂർണ്ണമായും ഇനി മേലാൽ ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ദീർഘദൃഷ്ടിയോടുകൂടി വളരെ ലോങ് ടൈം വിഷനോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മുടെ എല്ലാ സംഘടനകളും ഒന്നിച്ചേർന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല കർമ്മസമിതി വീണ്ടും ഒരു പുനഃക്രമീകരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിലെ പുതിയ സംവിധാനങ്ങളാണ് വരുന്നത്. അങ്ങനെ ഇനിയും കർമ്മസമിതിയുടെ പ്രധാന ചെയർമാനായിട്ട് ശ്രീ കുമ്മനം രാജശേഖരൻ തന്നെ ചുമതലയെടുക്കും. എടുത്തു കഴിഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ അതൊരു തീരുമാനമായിരുന്നു. കർമ്മസമിതിയുടെ ജനറൽ കൺവീനറായിട്ട് SJR കുമാർ, ഞാൻ അത് തുടരും. കൂടാതെ നമ്മുടെ ഈ വിവിധ ക്ഷേത്ര സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി, ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നീ സംഘടനകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും ഇതിലെ മറ്റ് കൺവീനർമാരായിട്ട് ഈ സംഘടന പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇതിനകത്ത് വലിയൊരു ടീം വേറെയുണ്ട്. ഇപ്പോൾ ഈ കോർ ടീമായിട്ട് ഇത്രയും പേരെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സംവിധാനം പുനഃസംഘടിപ്പിക്കുക മാത്രമല്ല, നമ്മൾ മുന്നോട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനും ഇന്ന് തീരുമാനമുണ്ടായി. അതിൽ പ്രധാന തീരുമാനങ്ങൾ മാത്രം എന്ന് പറയാം, കാരണം വളരെ വിഷയമുണ്ട്, ബാക്കി പിന്നീട് പറയാം. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ 3ആയിട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളെ തരംതിരിക്കുന്നുണ്ട്. 1 ആചാരപരമായ വിഷയങ്ങളാണ് ശബരിമലയിൽ. 2 അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള വിഷയങ്ങൾ, ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങൾ. 3ാമത് അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏർപ്പെടുന്ന കാര്യത്തിൽ. ഇതിൽ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചുകൊണ്ട് ഈ 3 വിഷയത്തിലും ഏത് തരത്തിലുള്ള ഏതൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനെന്തൊക്കെയാണ് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി സംവിധാനം നമ്മൾ അത് പ്രഖ്യാപിക്കും. തീരുമാനിച്ചു കഴിഞ്ഞു ചെയ്യണം എന്നുള്ളത്. ആരൊക്കെയാണ് അവിടുത്തെ ഈ വിഷയങ്ങൾ, ഈ 3 വിഷയങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി
എന്താണ് അതിന് നടപടികൾ വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് റിപ്പോർട്ട് തരുന്നതിന് വേണ്ടി ഒരു പ്രശസ്തരായിട്ടുള്ള ആളുകൾ, പ്രധാനമായിട്ടും റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാർ, അഡ്വക്കേറ്റ്മാർ, അതുപോലെ ശബരിമല മുൻ കമ്മീഷണർമാരായിരുന്നത്, തന്ത്രിമാർ, മേൽശാന്തിമാർ തുടങ്ങി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇത്തരത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും അധികം താമസിച്ച് തന്നെ അവരുടെ അന്വേഷണം ആരംഭിക്കും. അത് അത്തരത്തിൽ അവിടെ ശബരിമലയിലെ വിഷയങ്ങളെല്ലാം സംബന്ധിച്ച് പഠിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പ്രശ്നം, അതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് ഉടൻ തന്നെ ഈ വരുന്ന ഈ മണ്ഡല മകരവിളക്ക് കാലത്തിന് മുമ്പ് തന്നെ അത് കൊണ്ടുവരികയും അതിനുവേണ്ട നടപടികളിലേക്ക് നമ്മൾ കടക്കും. അതിനുവേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയം ടൈം ആൻഡ് ലോങ് ടൈം ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇത് ഷോർട്ട് ടൈം ആണ്, ഇമ്മീഡിയറ്റ് വേണ്ടതാണ്. ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം അയ്യപ്പന്മാർ മരണപ്പെടുന്നു. അവിടെ അമൃതാനന്ദമയിയുടെ അമ്മയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലൊരു ആശുപത്രി നടന്നിരുന്നു. പക്ഷേ ഇന്ന് ആശുപത്രിക്ക് അനുവാദം കൊടുക്കുന്നില്ല. അയ്യപ്പ സേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ വർഷങ്ങളായിട്ട് അന്നദാനം നടത്തിയിരുന്നു. ഇന്ന് അത് അനുവദിക്കുന്നില്ല. ഈ അന്നദാനം നിർത്തിയതിന് ശേഷവും ഈ ദാഹജലം, കുടിവെള്ളം കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു, അതൊന്നും അനുവദിക്കുന്നില്ല. അങ്ങനെ ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം അവർക്ക് ലഭ്യമാക്കാതെ നിഷേധിക്കുകയും എന്നാൽ മറ്റ് ഹിന്ദു സംഘടനകൾ അത് നൽകാൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതുപോലും തടയുന്നതായിട്ടാണ് ശബരിമലയിലെ നമ്മൾ ദേവസ്വം ബോർഡ് നടപടിയായിട്ട് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിൻ്റെയും അല്ലെങ്കിൽ ഇന്നത്തെ ഇവിടെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഉദ്ദേശം മറ്റൊന്നുമല്ല, ഭക്തജനങ്ങളെ ഒരിക്കലും ശബരിമലയിലേക്ക് വരാതെയും ഭക്തജനങ്ങളെ പിന്തിരിപ്പിക്കാനും വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിട്ട് ഇനി മേലാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീഡിയോ കണ്ടു, പലരും വന്ന് പറയുകയാണ് ഇനി ഞാൻ ഈ ശബരിമലയിലേക്ക് വരില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലെല്ലാം പരിഹാരം കണ്ടേ മതിയാവൂ. ദേവസ്വം ബോർഡിൻ്റെ ഈ ദുഷ്പ്രവൃത്തി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം, പരിഹാരം കാണണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മൾ അവിടെ അന്വേഷിക്കാൻ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ടും നമ്മളവിടെ ആവശ്യപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ ഞാൻ പറയാം. വരുന്ന ശബരിമല മണ്ഡല മകരവിളക്കാലത്തിന് മുമ്പ് തന്നെ തീർക്കേണ്ടതായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒന്ന്, നമുക്ക് ശബരിമലയിൽ അല്ലെ പമ്പയിൽ എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടാണ്. വേണ്ട തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകൾ തരുന്നില്ല. മാത്രമല്ല നിലയ്ക്കൽ മുതൽ പൻപ വരെയുള്ള സൗകര്യം വളരെ വളരെ ബുദ്ധിമുട്ടാണ്. തിക്കി നിറച്ചാണ് ആളെ കൊണ്ടുവരുന്നത്. വളരെ വലിയ ചാർജ് വാങ്ങുന്നു. തിരിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു, അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. തുടങ്ങി പമ്പയിൽ തന്നെ പമ്പ പരിശുദ്ധമല്ല, അവിടെ മാലിന്യങ്ങൾ കലരുകയും വളരെ അശുദ്ധമായ രീതിയിൽ പമ്പയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിന് മാറ്റം വരണം. അതുപോലെ പമ്പകളൊക്കെ പമ്പാ സ്നാനം തുടങ്ങിയ പരമ്പരാഗതമായ പല സൗകര്യങ്ങളിൽ നിന്ന് നിഷേധിക്കപ്പെടുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബലിതർപ്പണം പോലും ഒരു വേലി കെട്ടി തടഞ്ഞ സംഭവം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് പമ്പയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അനുവദനീയമായിട്ടുള്ളതൊക്കെ നൽകാനുള്ള സംവിധാനം വേണം. പമ്പ ശുദ്ധീകരിക്കണം. കൂടാതെ അവിടെ ചുറ്റുപാടുമുള്ള ഈ മാലിന്യജലം എല്ലാം അങ്ങനെ പമ്പയിലേക്ക് കലരുന്നു. അവരുടെ മാലിന്യജല സംസ്കരണം കേന്ദ്ര സർക്കാർ 100 കോടി രൂപ കഴിഞ്ഞ 2022 അനുവദിച്ചിട്ട് പോലും 2021 അനുവദിച്ചിട്ട് പോലും അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ 80 കോടി രൂപ ലാപ്സാക്കി. അത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈ മലിനീകരണത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആയിരുന്നു. അതൊന്നും ചെയ്തില്ല. അപ്പോൾ അത്തരത്തിൽ പമ്പയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സന്നിധാനത്തേക്കുള്ള പാതയിൽ അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത പാതകളുണ്ട്. നമുക്കറിയാം എരുമേലി വഴി വരുന്നതും പിന്നെ വണ്ടിപ്പെരിയാർ വരുന്ന പരമ്പരാഗത പാതകൾ സഞ്ചാരയോഗ്യമല്ലെന്ന് മാത്രമല്ല പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പല പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല ഇത്രയും ബുദ്ധിമുട്ടി വരുന്നവർക്ക് പ്രത്യേക ഒരു പരിഗണന ശബരിമലയിലെ ദർശനത്തിന് വേണ്ടി നൽകണം. പിന്നെ അതുപോലെ തന്നെ വിർച്വൽ ക്യൂവിൻ്റെ വിഷയം നമുക്കറിയാം. വിർച്വൽ ക്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, പക്ഷേ സ്പോട്ട് ബുക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് സംഭവിക്കാൻ അനുവദിക്കില്ല. കാരണം വളരെ വിദൂരയിൽ നിന്നും പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശത്തിൻ്റെ ഗ്രാമങ്ങളിൽ നിന്നും പറ്റും വരുന്നവർക്ക് ഈ ബുക്കിങ്ങിനെ കുറിച്ചൊന്നും അറിവില്ലാത്തവരാണ്. അവരങ്ങനെ ശബരിമലയിൽ വ്രതാരികളായിട്ട് എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പനെ ദർശിക്കണം എന്ന് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഓൺലൈൻ ബുക്കിംഗ് വേണോ ഇല്ലെങ്കിൽ ഇവിടെ സ്പോട്ട് ബുക്കിംഗ് വേണം എന്നുള്ളതുകൊണ്ട് ചെയ്തിരുന്നു. പക്ഷേ സ്പോട്ട് ബുക്കിംഗ് നിർത്തിക്കഴിഞ്ഞാൽ ഇവർ നിരാശരായിട്ട് മടങ്ങേണ്ടി വരും. ഒരു കാരണവശാലും 41 ദിവസം വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിൽ ദർശനം സാധ്യമല്ലാതെ പോകാമെന്ന് പറഞ്ഞാൽ മഹാപാപമാണ്, കേരളത്തിൻ്റെ പാപമാണ്. എനിക്കത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കണം. പിന്നെ നമ്മൾ ശബരിമല എത്തിക്കഴിഞ്ഞാൽ നേരത്തെ ഭക്ഷണക്കാരും വളരെ ബുദ്ധിമുട്ടാണ്. ഈ അന്യമതസ്ഥരുടെ ഭക്ഷണ കേന്ദ്രങ്ങളാണ് ഹോട്ടലുകളും മറ്റുമാണ് നടത്തുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ സന്നിധാനത്ത് ഒരു ഹോട്ടലും പാടില്ല. എല്ലാ ഹോട്ടലുകളും ശബരിമലയിൽ ഉള്ളത് നിർത്തണം. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. പകരം സൗജന്യമായി ഭക്ഷണം നൽകാനായിട്ട് ദേവസ്വം ബോർഡ് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണോടെ. അങ്ങനെ ചെയ്യാൻ സൗകര്യമുണ്ടെന്നാണ് 2019 കേരള ഹൈക്കോടതിയിൽ അവർ സമർപ്പിച്ച ഒരു രേഖയിൽ പറയുന്നത്. അങ്ങനെയാണ്. പക്ഷേ അത് അല്ല എന്നുള്ളത് നമുക്കറിയാം. ധാരാളം പേര് ഒരു ഹോട്ടലിൽ പോകുന്നുണ്ട്. അപ്പോൾ ഹോട്ടലുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ കള്ളത്തരമാണ് ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിയിൽ ഇവർ സമർപ്പിച്ച രേഖയിൽ പറയുന്നത്. പക്ഷേ ശരിക്കും ദേവസ്വം ബോർഡ് ബാധ്യസ്ഥനാണ് സൗജന്യമായിട്ട് ഭക്ഷണം നൽകാനായിട്ട്. മറ്റെല്ലാ മതസ്ഥാപനങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്, ക്ഷേത്രങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. ഇനിയും ദേവസ്വം ബോർഡിന് അവർക്ക് സ്വന്തമായിട്ട് സൗജന്യമായി ഭക്ഷണം സന്നിധാനത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ
അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഹിന്ദു സംഘങ്ങൾ തയ്യാറാണ്. ധാരാളം പ്രാവശ്യം പല ഹിന്ദു സംഘങ്ങളും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ പോയ ചരിത്രമുണ്ട്. അതുകൊണ്ട് ശബരിമലയിലെ സന്നിധാനത്ത് സൗജന്യ ഭക്ഷണം നൽകുക, ഹോട്ടലുകൾ ഇല്ലാതാക്കണം. ഒരു കാരണവശാലും ഹോട്ടൽ അവിടെ പാടില്ല. നമുക്കൊക്കെ അറിയാം. കാരണം വ്രതശുദ്ധിയോടെ എത്തുന്ന അയ്യപ്പന്മാർക്ക് വേണ്ട വ്രതശുദ്ധിയോടെയുള്ള ഭക്ഷണമല്ല അവ പാകം ചെയ്യപ്പെടുന്നത്. അന്യമതസ്ഥരായിട്ടുള്ള ഒരാൾ പലപ്പോഴും ഹോട്ടൽ നടത്തുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡ് പണം എന്നുള്ള ഒറ്റ ദുഷ്ടലാക്കോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി അവസാനിപ്പിച്ചേ തീരുള്ളൂ. ഇനി ഏതെങ്കിലും കാരണവശാൽ ശബരിമല സന്നിധാനത്തിൽ ഇത്തരം ഈ ദേവസ്വം ബോർഡിന് സൗജന്യ ഭക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സംഘങ്ങൾ തയ്യാറാണ്. അവർക്ക് അവർ വേണ്ട അന്നദാനം കൊടുക്കാനും ദേവസ്വം ബോർഡിന് വേണ്ട സഹായം നൽകാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ ആരോഗ്യ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, പലരും മരിക്കുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യ കേന്ദ്രം അവിടെ ഉണ്ടാവണം. ധാരാളം ആളുകൾ അത്തരം സേവനം ചെയ്യാനും പല ആശുപത്രികൾ തന്നെ സേവനം ചെയ്യാനും മാതാ അമൃതാനന്ദമ്മയുടെ ആശുപത്രി ഉൾപ്പെടെ തയ്യാറാണെങ്കിലും അത് അനുവദിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശബരിമല അയ്യപ്പ സേവാ സമാജം തന്നെ അന്നദാനം സമ്മതിക്കുന്നില്ല. ഇപ്പോൾ കുടിവെള്ളം കൊടുത്തോണ്ടിരുന്നു, ചുക്കുവെള്ളം കൊടുത്തോണ്ടിരുന്ന പോലും അനുവാദമില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിൽ ചുക്കുവെള്ളം, ബിസ്ക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് കാരണം ഇന്നിപ്പോൾ ക്യൂ നിൽക്കുന്ന 24 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട സംവിധാനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഈ സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ച് അവരുടെ സഹായം വേണ്ട തരത്തിലെടുക്കണം. അടുത്ത വിഷയം, ഈ കഴിഞ്ഞ പ്രാവശ്യം ഇനിയും വരാൻ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് ധാരാളം സന്നദ്ധ സേവകർ എന്നുള്ള നിലയിൽ 5000 പേരെ മറ്റൊരു ദിവസക്കൂലിക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പലപ്പോഴും അയ്യഭക്തന്മാരല്ല. പല DYFI കേന്ദ്രങ്ങളിലും അവരെ അറിയിച്ചിട്ട് അവിടുന്ന് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ആളുകളെയാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഒരിക്കലും അവരവിടെ വരുന്നത് ഈ അയ്യപ്പനെ സേവിക്കാനോ അല്ലെ ഭക്തജനങ്ങളെ സേവിക്കാനോ അല്ല, മറിച്ച് ഒന്ന് ധനസമ്പാദനം, രണ്ടാമത് ഈ പറഞ്ഞ വരുന്ന അയ്യപ്പന്മാരെ വളരെ അപമര്യാദയായിട്ട് പെരുമാറുന്നു. ഈവൻ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ അങ്ങനെ വരുന്നുണ്ട്. സന്നദ്ധ സേവകരെന്നും പറഞ്ഞ് എത്തുന്ന പല യുവാക്കളും ഈ DYFI പോലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കൃത്യമായിട്ടും ശബരിമലയുടെ വിശ്വാസത്തെ താർക്കുന്നതിന് വേണ്ടി നീക്കമാണ് നടത്തുന്നത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധ്യമല്ല. അത്തരം സന്നദ്ധ സംഘടനകളെ സന്നദ്ധ സേവകരായിട്ടുള്ള റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിശാലമായ പത്രപരസ്യങ്ങളിലൂടെയും മറ്റ് ഹിന്ദു സംഘങ്ങളുടെയൊക്കെ നിർദ്ദേശത്തോടുകൂടി തന്നെ ചെയ്യണം എന്നുള്ള ഒന്ന്. പിന്നെ പോലീസുകാരുടെ കാര്യം ഇത് തന്നെയാണ്. ശബരിമലയിൽ 18-ാം പടി കയറുന്ന പോലെ ധാരാളം കംപ്ലൈൻറ്റ് നമുക്കൊക്കെ വരുന്നുണ്ട്. അതായത് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നു, അയ്യപ്പഭക്തരുടെ നേരെ മോശമായി പെരുമാറുന്നുണ്ട്, ഉന്ത് തള്ളി താഴെയിടുന്നതും ഒക്കെ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ ശബരിമല ഈ സേവനത്തിൽ വരുന്ന പോലീസുകാരെല്ലാം മൃതധാരികളായിരിക്കും, അവർ അയ്യപ്പ ഭക്തരായിരിക്കും. അതുകൊണ്ട് അവിടെ വളരെ സമാധാനം ഉണ്ടായിരുന്നു, അയ്യപ്പ ഭക്തരെ വേണ്ട തരത്തിലൊരു കാത്തു സൂക്ഷിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവിടെ വരുന്ന 99% ഈ പറഞ്ഞ പോലീസുകാരും അയ്യപ്പ ഭക്തരല്ല, അവർ വ്രതധാരികളല്ല, അവർ പല രീതിയിലും അവിടെ പാടില്ലാത്ത കാര്യങ്ങളാണ് നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയും ശബരിമല അടുത്ത വരുന്ന മണ്ഡല മകരവിളക്ക് കാലത്ത് നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളായിട്ടായിരിക്കണം, വ്രതധാരികളായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ പിന്നെ ആചാരപരമായ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ഭസ്മക്കുളത്തിൻ്റെ കാര്യമാണ്. ഭസ്മക്കുളം നമുക്കറിയാം 2 പ്രാവശ്യം ആൾറെഡി നേരത്തെ ഒരു പ്രാവശ്യം മാറ്റിയിരുന്നു. ആ മാറ്റിയത് ഇതുപോലെ തന്നെ അവർ പറഞ്ഞു, അന്ന് അവിടെ നിന്ന സ്ഥലത്ത് പ്രശ്നമുണ്ട്, അവിടെ വേറെ എന്താ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി ഇന്നത് കോൺക്രീറ്റ് സ്ലാബുകൾ മൂടപ്പെട്ടു, എന്നിട്ട് വേറൊരിടത്ത് കുഴിച്ചു. ഇപ്പോൾ പറയുന്നത് അത് കുഴിച്ചത് ശരിയല്ല, അത് മാറണം. അപ്പോൾ ഇങ്ങനെ ദേവസ്വം ബോർഡ് അവർക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ള ഇടമല്ല ഇത്. അവർക്ക് അധികാരമില്ല. പ്രത്യേകിച്ചും വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള വിഷയങ്ങൾ ഇടപെടാനായിട്ട് ഒരു നിയമപരമായിട്ട് യാതൊരു സാധ്യതയില്ല ദേവസ്വം ബോർഡിന്. അത് ചെയ്യേണ്ടതിന് സംവിധാനമുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഹൈക്കോടതി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടു. നമുക്കറിയാം ശബരിമല കമ്മീഷൻ തന്നെ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ ഈ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഭസ്മക്കുളം ആരോട് ആലോചിക്കാറാണ് ചെയ്യുന്നു, ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചത്തേക്ക് ഭസ്മക്കുളത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കർമ്മസമിതി പുനഃസംഘടിപ്പിച്ച് ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അന്നദാന കേന്ദ്രം ശബരിമലയിലും പമ്പയിലും മാത്രമല്ല, നിലയ്ക്കൽ, എരുമേലി, പിന്നെ ചെങ്ങന്നൂർ തുടങ്ങിയ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ശക്തമായ ഇടപെടലുകളും നമ്മുടെ സേവാ കേന്ദ്രങ്ങളും കൊണ്ടുവരാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇനിയും ഞാൻ അവസാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളത്, ഈ ശബരിമലയിലെ അടിസ്ഥാന വിഷയങ്ങളിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 3 വിഷയങ്ങളുണ്ട്. ആചാരപര വിഷയമുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ വിഷയമുണ്ട്, മൂന്നാമത് ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വിഷയമുണ്ട്. ഈ 3 വിഷയങ്ങളിലും ദീർഘകാലം, അതായത് ഒരു 50 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന തരത്തിലുള്ള ഒരു സംവിധാനം, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടിസ്ഥാനമായിട്ട് 2-3 മാസ്റ്റർ പ്ലാൻ നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വിശാലമായ മാസ്റ്റർ പ്ലാനുള്ള തയ്യാറെടുപ്പാണ്. അതിന് നമ്മളൊരു സെമിനാർ ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സെമിനാർ കാര്യങ്ങൾ ഉടനടി നടക്കും. അത് നമ്മൾ ഏകദേശം ഒക്ടോബർ ഫസ്റ്റ് വീക്കിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളാണ് അതിന് നമ്മൾ കൊണ്ടുവരിക. ഈ പറഞ്ഞ ഈ 3 വിഷയങ്ങളിലും വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ടുവന്ന് നമ്മൾ സെമിനാറുകൾ നടത്തി വിഷയം ചർച്ച ചെയ്ത്
50 വർഷത്തേക്ക് ശബരിമലയുടെ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ഭക്തജനങ്ങൾ അനുകൂലമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഭരണപരമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കത്തക്ക രീതിയിലുള്ള വളരെ ശക്തമായ രേഖ തയ്യാറാക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അതും നമ്മൾ അതിനുള്ള ആളുകളെ അധികം താമസിച്ച് നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി ശക്തമായി നമ്മുടെ എല്ലാ ഹൈന്ദവ സംഘടനകളും ഒന്നിച്ച് കർമ്മസമിതി എന്ന് പറയുന്നത് അത് പ്രത്യേക സംഘടനയല്ല. കർമ്മസമിതി എന്ന് പറയുന്നത് നമ്മുടെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അത് അത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ശബരിമലയിൽ ഇനി മുതൽ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് നമ്മുടെ എല്ലാം ഹൈന്ദവ നേതൃത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ശബരിമലയിൽ മാത്രമല്ല, പമ്പ, പല പ്രദേശങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട് ഭക്തജനങ്ങൾക്ക്. എരുമേലി, പമ്പ, നിലയ്ക്കൽ, സന്നിധാനം, ഇത്രയും സ്ഥലങ്ങളിൽ ശക്തമായ രീതിയിലുള്ള ഹൈന്ദവ സംഘടനാ നേതൃത്വത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. മാറി മാറി നമ്മൾ നിൽക്കും. അതുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവും. ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലായിരിക്കില്ല ഇനി ശബരിമല. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശരണമയ്യപ്പ പ്രവാസനേ ശരണമയ്യപ്പ ഹരിഹര സുന്ദരാനന്ദ ചിത്തരയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.